Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെയധികം സീരിയസ് ആണെങ്കിൽ, അതായത് നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്, ഒരു ടൈം പാസ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലൊന്നുമല്ല, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് നിങ്ങളുടെ കൂടെ ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? അവരുടെ ചില ആക്ഷൻസ്, അവരുടെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിനു വേണ്ടി ശ്രദ്ധിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതിന് സഹായിക്കുക എന്നുള്ളത് നോക്കാം. നിങ്ങളുമായ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കൺസിസ്റ്റന്റ് ആയിരിക്കും ആ വ്യക്തി. അതായത് അവരുടെ പ്രവൃത്തിയിലും വാക്കുകളിലും ഒക്കെ ഒരു സ്ഥിരത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നൊരു കാര്യം പറയുന്നു, നാളെ അത് മാറ്റി പറയുന്നു, മറ്റന്നാൾ വേറൊന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അവരുടെ ലൈഫിൽ അവർ എന്ത് കാര്യത്തിൽ എൻഗേജ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ബിസി ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പേസ് അല്ലെങ്കിൽ നിങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, എന്തുകൊണ്ടാണ് ബിസി ആയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് അപ്ഡേറ്റ്സുകൾ, കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഒരു ടൈം കണ്ടെത്തും എന്നുള്ളതാണ്. ബിക്കോസ് അവരെ റിമൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു പേഴ്സൺ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കണം, അങ്ങനെ ഒരു കാര്യം അവരൊരിക്കലും ചെയ്യില്ല. പകരം തീർച്ചയായും അവരുടെ ലൈഫിൽ അവരൊരു സ്പേസ് കണ്ടെത്തും, അവരൊരു ടൈം കണ്ടെത്തും, അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് അവരുടെ ടൈം ആണെങ്കിലും എനർജി ആണെങ്കിലും ലവ് ആണെങ്കിലും ഒക്കെ കൃത്യമായ ഒരു സ്ഥിരത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒന്നാമത്തെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈന് ആ വ്യക്തി നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പിൽ സീരിയസ് ആണ് എന്നതിൻ്റെ. ഇനി രണ്ടാമതായി, സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടി ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പറയേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു ആവശ്യം വരില്ല. യാതൊരു മടിയോ പേടിയോ കൂടാതെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിൽ നിങ്ങളെ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അത് അവരുടെ സംസാരമോ പ്രവൃത്തിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാം അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് പ്ലാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാനും നിങ്ങളുടെ അഭിപ്രായം തേടാനും അവരൊരിക്കലും മറക്കില്ല. സോ ഇത്തരത്തിൽ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ പോസിറ്റീവായ സൈൻ നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ ആ വ്യക്തി സീരിയസ് ആണ് എന്നതിൻ്റെ. ഇനി മൂന്നാമത്തെ ഒരു സൈനാണ്, ആ വ്യക്തി നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഇമോഷണലി കെയർ ചെയ്യും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഫിസിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ലെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ മുകളിൽ തീർച്ചയായും നിങ്ങളുടെ ഇമോഷണലി ഉള്ള ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി അവർ കെയർ ചെയ്യും അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകും എന്നുള്ളതാണ്. നിങ്ങൾ ഓക്കെ അല്ല എന്ന് പറയുന്ന സമയത്ത് അതിനെ തീർച്ചയായും കെയർ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്പേസ്, അതിനുള്ള ഒരു സമയം തരും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ഒരു സ്ഥിരത അതിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മൂന്നാമത്തെ ഒരു പോസിറ്റീവായ സൈൻ. കാരണം ഇവിടെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സീരിയസ് റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ സമാധാനം, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാ ആളുകളും കൂടുതലായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ അത്തരത്തിൽ ആ ഒരു ഇമോഷണൽ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു സമാധാനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നെക്സ്റ്റ് പോസിറ്റീവായ മറ്റൊരു സൈൻ. നെക്സ്റ്റ് മറ്റൊരു സൈനാണ്, ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ജസ്റ്റ് ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലാണ് അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്ററായി അല്ലെങ്കിൽ കുറെ കൂടി ഡീപ്പായിട്ടായിരിക്കും തിങ്ക് ചെയ്യുന്നത്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അവരുടെ ടൈം ആയിക്കൊള്ളട്ടെ, അവരുടെ എനർജി ആയിക്കൊള്ളട്ടെ, അവരുടെ ലവ് ആയിക്കൊള്ളട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മനോഭാവമായിരിക്കാം സീരിയസ് ആയ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനുള്ള ഒരു ശ്രമം നടത്തും. അത് നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയാനുള്ള ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി ആ വ്യക്തിയിൽ നിന്നും കാണാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആണ് അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് നൽകാനും ഇങ്ങനെയുള്ള ആളുകൾ
മറക്കില്ല. കൂടാതെ ചെറിയ കാര്യമാണെങ്കിൽ കൂടി നിങ്ങളെ സംബന്ധിക്കുന്ന ഓരോ കാര്യങ്ങളും അവർ ഓർത്ത് വെക്കും എന്നുള്ളതാണ്. ഇത് വളരെ സീരിയസ് ആയി അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയ ഒരു മനോഭാവത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സോ അവർ ആ ഒരു സർഫേസ് ലെവലിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻസ് മനസ്സിലാക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഡീപ്പായി നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് സീരിയസ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ഒരു സൈൻ ആണ്, ആ വ്യക്തിയുടെ ഫീലിംഗ് എന്താണോ, ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത് എന്താണോ, അതിൽ നിന്നും നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഗസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന രീതിയിൽ ഗസ് ചെയ്യാനുള്ള ഒരു കാര്യവും ലീവ് ചെയ്യില്ല. പകരം എന്താണെങ്കിലും അത് സത്യസന്ധമായി വളരെ ട്രാൻസ്പെറന്റ് ആയി ഷോ ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ല, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ്, കമ്മിറ്റഡ് അല്ല, അല്ലെങ്കിൽ സീരിയസ് ആണ്, സീരിയസ് അല്ല, ഇത്തരത്തിലുള്ള മിക്സഡ് സിഗ്നൽസ് ഒന്നും അവരൊരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. സീരിയസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് അവരുടെ ആക്ഷൻസിലൂടെ പറ്റുമെന്നുള്ളതാണ്. സീരിയസ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യൂ എന്ന രീതിയിലൊന്നും മിക്സഡ് സിഗ്നൽസ് അവരൊരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ന് വന്ന് പോസിറ്റീവായി അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയ ഒരു മനോഭാവത്തിൽ സംസാരിക്കുന്നു, നാളെ വന്ന് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്ര അറ്റാച്ച്ഡ് അല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. സോ എപ്പോഴും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേം ആയിട്ടുള്ള സിഗ്നൽ തന്നെയായിരിക്കും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കൂടാതെ അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ അലൈൻഡ് ആയിരിക്കും, മാച്ചിങ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ്, സീരിയസ് ആണ് എന്നൊക്കെ വാക്കുകളിലൂടെ പറയുന്നു. ആക്ഷൻസ് അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നേരെ എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അവിടെ അലൈൻമെന്റ് ഉണ്ടായിരിക്കും, ഒരു മാച്ചിങ് ഉണ്ടായിരിക്കും വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ എന്നുള്ളതാണ്. സോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ക്ലിയർ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു സൈൻ. നിങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് എന്നതിൻ്റെ. ഫൈനലി, ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന വ്യക്തിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ആ വ്യക്തി ഇമോഷണലി ഗ്രൗണ്ടഡ് ആയിരിക്കാം. അതായത് നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫേക്ക് ആയ കാര്യങ്ങളോ ഇല്ലാത്ത കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കില്ല. എപ്പോഴും അവർ പെർഫോമൻസ് എന്നതിനേക്കാൾ ഉപരി ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കണം എന്ന് കരുതി അവർ ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യില്ല. പകരം വിശ്വാസം എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് എപ്പോഴും അവർ മുൻതൂക്കം കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പാസ്റ്റ് ആയിക്കൊള്ളട്ടെ അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അവനവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമാണ് പൊതുവെ ഒരു സോറി പറയേണ്ട സാഹചര്യങ്ങളിൽ സോറിയും അല്ലെങ്കിൽ താങ്ക് യു പറയേണ്ട സാഹചര്യങ്ങളിൽ താങ്ക് യു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും റൈറ്റ് ആണ് എന്നൊരു രീതിയിലായിരിക്കും തിങ്ക് ചെയ്യുക. സോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. സോ ഇത്തരത്തിൽ ഇമോഷണലി ഗ്രൗണ്ടഡ് ആണ്, ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ആ വ്യക്തി നിങ്ങളുമായി റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിട്ടാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയ മനോഭാവത്തിലാണ് ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യുന്നത് എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സപ്പോർട്ടിന് വേണ്ടി. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.